കോൺഗ്രസിലേക്ക് എന്ന വാർത്തകൾ തള്ളി പി കെ ശശി. CPIM-ലുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഏതെങ്കിലും ആപ്പയോ ഊപ്പയോ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും ബന്ധമുണ്ട്. ആരോടും വ്യക്തിപരമായി കുടിപ്പകയില്ലെന്നും ശശി. ഒരു ചാനലുകാർ ഇന്നലെ ഞാൻ ഈ പരിപാടിക്ക് പോകാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ഇറങ്ങാൻ നിൽക്കുക. അന്നേരം എന്നോട് ചോദിച്ച്, നിങ്ങൾ CPM-ലുണ്ടോ? ഈ ചോദ്യത്തിന് എന്താ പ്രസക്തിയുള്ളത്? ഞാനിപ്പം CPM-ലാണ്. പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ CPM-ലാണെന്നിങ്ങനെ പറയേണ്ട കാര്യം എന്താണത്? ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല. അത് എൻ്റെ ഒരു രീതിയാണത്, എൻ്റെ ഒരു സ്റ്റൈലാണത്. ആരോടും വ്യക്തിപരമായി യാതൊരു കുടിപ്പക എനിക്കില്ല. കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണോ, അതിലെന്താണ് കുഴപ്പമുള്ളത്? ചില ആളുകൾക്ക് ഞാനിപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഊപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാളല്ല. പിന്നെ ഈ പരിപാടിയിൽ CPM-ൻ്റെ ആളുകൾ ആ വേദിയിൽ തന്നെ ഉണ്ടല്ലോ. UDF-ന്റെ ഭാഗമാകാൻ പി കെ ശശിക്ക് അയോഗ്യതയില്ല എന്ന് VK ശ്രീകണ്ഠൻ MP. ശശിയുമായി ബന്ധപ്പെട്ട് CPIM-ലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങളുടെ വിഷയമല്ല. പാലക്കാട് ജില്ലയിലെ പല CPIM നേതാക്കളുമായി കോൺഗ്രസ് ചർച്ച നടത്തിയെന്നും ശ്രീകണ്ഠൻ. ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയില്ല. കോൺഗ്രസ് പാർട്ടി CPM-ലെ ഈ ആഭ്യന്തര വഴക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടി വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും. പൊതുവായ നയമാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ മറ്റെന്തെങ്കിലും അയോഗ്യതകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, എന്തായാലും ഇപ്പോൾ ഉയർന്ന അഭ്യൂഹങ്ങളൊക്കെ തള്ളുകയാണ് പി കെ ശശി. എന്നാൽ പി കെ ശശിയെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് VK ശ്രീകണ്ഠൻ MP പറയുന്നത്. രാഷ്ട്രീയപരമായി ഇതിനെ എങ്ങനെ നോക്കിക്കാണാം? സ്വാതി രാജീവ്, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേരത്തെയും ഇത്തരത്തിൽ പി കെ ശശിയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അന്നൊന്നും ആ ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. കാരണം ആ ചർച്ചകൾ തന്നെ ഒരിടത്തും എത്താതെ പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. VK ശ്രീകണ്ഠൻ തന്നെ നേരത്തെ തന്നെ പലതവണ ഇത്തരത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് ഇതൊരു സുവർണ്ണ അവസരമായാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് മണ്ണാർക്കാട് ആയുർവേദ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിലേക്ക് പി കെ ശശിയെ വിളിച്ചതിൽ CPM-ന്റെ ഒരു വിഭാഗത്തിന് പ്രാദേശികമായ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് പി കെ ശശി ഇന്നലെ ആ യോഗത്തിനെത്തുകയും അവിടെ വെച്ച് മാസ് ഡയലോഗ് ഉൾപ്പെടെ കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാലാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രസംഗം ഉൾപ്പെടെ നടത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ UDF. ശരി അജിത്, എന്തായാലും കോൺഗ്രസിലേക്ക് എന്നുള്ള അഭ്യൂഹം തള്ളുകയാണ് പി കെ ശശി. ശശിയെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് VK ശ്രീകണ്ഠൻ MP പറയുന്നത്.